വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള പൊക്കോട നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായിട്ട് 2 വലിയ സവാള കനം കുറഞ്ഞ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതിലോട്ട് അല്പം കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക്, അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ശേഷം വലിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ് മിക്സ് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട്. അതിലോട്ട് 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായി കൈവച്ച് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഇത് എല്ലാ ഭാഗത്തും ഉപ്പും മസാലകളൊക്കെ പിടിക്കുള്ളൂ. ഇതിലോട്ട് ആവശ്യത്തിന് 3 കയ്യിൽ കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കയ്യിൽ മൈദാപ്പൊടിയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അല്പം 1/4 ടീസ്പൂണോളം സോഡാപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 1/4 ഗ്ലാസ് വെള്ളം അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലോണം എല്ലാ ഭാഗത്തും കൈക്കൊണ്ട് വെച്ച് തന്നെ നന്നായിട്ട് ഞെരടി പിടിപ്പിക്കുക. എന്നാൽ മാത്രമേ നമ്മളുടെ പൊക്കവട നന്നായിട്ട് പൊങ്ങി വരുള്ളൂ. നല്ല ടേസ്റ്റിയും ആയിട്ടുള്ള പൊക്കവട കിട്ടണമെങ്കിൽ എല്ലാ ഭാഗവും നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ശേഷം നല്ല ചൂടായ എണ്ണയിലോട്ടാണ് ഇതിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പയാണ് കേട്ടോ ഇത് എളുപ്പം പൊരിച്ച് തരുന്നത്. ഉപ്പാക്ക് ഈസിയാണ് ഈ പരിപാടികളൊക്കെ. ഇപ്പോൾ ഒരുപാട് കാലം ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ട് ഉപ്പാക്ക് ഇങ്ങനത്തെ പൊരിക്കടികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം എളുപ്പമാണ്, എക്സ്പേർട്ടാണ്. അപ്പോൾ ഉപ്പ പൊരിച്ചതാന്ന് പറഞ്ഞപ്പോൾ ഉപ്പാക്കാണ് വിട്ട് കൊടുത്തിക്കാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും വേണം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. നമ്മൾ നന്ന ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ.